പലപ്പോഴും ദൈവവിശ്വാസികളായ മനുഷ്യർ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ബൈബിളൊക്കെ വിശ്വസിക്കുന്നവരും ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യം, എന്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വലുതായി കാണേണ്ടത്? അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യത കൊടുക്കേണ്ടത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം വേദപുസ്തകത്തിൽ തന്നെ, ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതൊന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യമാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. എന്താണ് അതിൻ്റെ അർത്ഥം? വിശ്വാസമുള്ളവർക്ക് സ്നേഹമില്ലെങ്കിൽ വിശ്വാസം കൊണ്ട് അർത്ഥമില്ല. വലിയ പ്രത്യാശയുണ്ട്, പക്ഷെ സ്നേഹമില്ലെങ്കിൽ ആ വലിയ പ്രത്യാശയ്ക്ക് ഒരു പ്രാധാന്യതയില്ല. അപ്പോൾ ഏറ്റവും വലുത് സ്നേഹമാണ് എന്ന സത്യം ഈ ഭൂമിയിൽ വിളംബരം ചെയ്തത്, ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വെളിപ്പെടുത്തിയത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു പറഞ്ഞു, യോഹന്നാൻ 13:34-35 വാക്യങ്ങളിൽ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നത് തന്നെ. എങ്ങനെ സ്നേഹിക്കണം എന്ന ചോദ്യത്തിന് യേശുവിൻ്റെ മറുപടി, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അപ്പം ഒരു മറു ചോദ്യം, യേശുവേ, അവിടുന്ന് ഞങ്ങളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? അതാണ് റോമർ 5:8 എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ ക്രൂശിൽ പ്രദർശിപ്പിച്ചു പ്രകടമാക്കിയെന്ന് റോമാസഭയ്ക്ക് എഴുതിയ ലേഖനം 5:8 പൗലോസ് വ്യക്തമാക്കുന്നു. അതായിരുന്നു യഥാർത്ഥ സ്നേഹം, അതായിരുന്നു നിർവ്യാജ സ്നേഹം. ആ കാണുന്നതാണ് നിർമ്മല സ്നേഹം. നമ്മുടെ നീതിപ്രവർത്തികൾ നിമിത്തമല്ല, നാം പാപികളായിരിക്കുമ്പോൾ, നമ്മളിൽ കുറവുകളുണ്ടായിരുന്നപ്പോൾ, തെറ്റുകളുണ്ടായിരുന്നപ്പോൾ നമ്മെ സ്വന്തമാക്കുവാൻ, എന്നെയും നിങ്ങളെ വീണ്ടെടുക്കുവാൻ, എനിക്കും നിങ്ങൾക്കും നിത്യജീവൻ തരുവാൻ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി. ആ കാൽവറി മരണത്തെ വിശ്വസിക്കുന്ന, ആ നിർവ്യാജ സ്നേഹത്തെ വിശ്വാസത്താൽ സ്വായത്തമാക്കുന്ന, സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ മിറക്കിളാണ് രക്ഷ, വീണ്ടും ജനനം എന്നുള്ള സത്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-8 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്തിരിക്കുന്നു. സ്നേഹിക്കാത്തവൻ ആരും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു പദമാണ് ഗോഡ് ഈസ് ലവ്. ഒരു ബുക്ക് കിട്ടുമ്പോൾ ആ ബുക്കിൻ്റെ ഫ്രണ്ടിൽ എഴുതുന്നു ഗോഡ് ഈസ് ലവ്. കുഞ്ഞു പ്രായത്തിൽ ഒരു ചോക്ക് പീസ് കിട്ടുമ്പോൾ കഥകിലൊക്കെ നാം എഴുതിയിരിക്കുന്നു ഗോഡ് ഈസ് ലവ്. അതെ, ദൈവം സ്നേഹം തന്നെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹിക്കാത്തവൻ ആരും ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ ദൈവത്തെ നാം അറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നത് നമ്മുടെ പാട്ടിലോ പ്രസംഗത്തിലോ അല്ലെങ്കിൽ നാം പ്രകടമാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിലോ അല്ല. പിന്നെയോ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നാം സ്നേഹിക്കുന്ന സ്നേഹത്താൽ, നമ്മുടെ സഹജീവികളെ, സഹോദരങ്ങളെ നാം സ്നേഹിക്കുന്ന സ്നേഹത്താൽ, നമ്മുടെ സഹപ്രവർത്തകരോട് നാം കാണിക്കുന്ന ദൈവസ്നേഹത്താൽ, നമ്മുടെ സമൂഹത്തോട് നാം കാണിക്കുന്ന ആ സ്നേഹത്താൽ, അതെ, ഒരേ ഒരു ആയുസ്സ്, ഒരേ ഒരു ജീവിതം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കോപിച്ചും പിണങ്ങിയും പകതീർത്തും അവസാനിപ്പിക്കുവാനല്ല, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഈ ഭൂമിയിൽ പ്രകടമാക്കുവാൻ, അനേകർക്ക് ഞാനും നിങ്ങളും ഒരനുഗ്രഹമായിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന് ഭയമില്ല. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തെ ഭയക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുക, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് യു. ആ സ്നേഹിക്കുന്ന കർത്താവ്
ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല. യോഹന്നാൻ്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നു 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ, സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹം, എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം എനിക്കുണ്ട്, എന്നെ കരുതുന്നൊരു ദൈവം എനിക്കുണ്ട്, എന്നെ കൈവിടാത്തൊരു ദൈവം എനിക്കുണ്ട്, എന്നെ ചതിക്കാത്തൊരു ദൈവം എനിക്കുണ്ട്, എനിക്ക് വേണ്ടി ജീവൻ നൽകിയ, ജീവിതം നൽകിയ ഒരു ദൈവമുണ്ട് എന്ന ആ ഉറച്ച ബോധ്യം എൻ്റെ അകത്തേക്ക് വരുമ്പോൾ എൻ്റെ അകത്തുനിന്ന് ഭയം പുറത്തായി പോകുന്നു.